ഇന്ന് ഞാൻ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ചായക്കടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകാണ് എടുത്തത്. പച്ചമുളക് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് എടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകത്തിൻ്റെ ഒപ്പരം എന്നിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇതാ ഒരു വലിയ ഉള്ളിയാണ് നമുക്ക് വേണ്ടത്. ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് കല്ലുമ്മക്കായ് ചേർത്ത് കൊടുക്കുക. കല്ലുമ്മക്കായ് ഞാൻ ഇതേപോലെ പുഴുങ്ങിയിട്ട് ഇറന്ന് വെച്ചതാണ്. ഇത് പുഴുങ്ങി ഇറക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കഴിയും. നല്ലോണം ക്ലീൻ ആക്കിയതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് തീ കത്തിക്കട്ടോ. എന്നിട്ട് വായു പൊളന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം. അതിന് ശേഷം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ. ആ വെള്ളം ഒഴിവാക്കട്ടോ. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ അങ്ങനെ ഇറന്ന് വെച്ചതാണ് കേട്ടോ. കടുക്ക ചെറുതോ വലുതോ ഒക്കെ ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് കല്ലുമ്മക്കായിൻ്റെ വെള്ളം. അപ്പോൾ അത് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ അരിച്ചിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ചിലപ്പോൾ അതിൻ്റെ അടിയിൽ മണ്ണിൻ്റെ തരികളൊക്കെ ഉണ്ടാവും. ഇനി ഇതാ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ നമ്മൾ പെരിഞ്ചീരകം അടിച്ച് വെച്ചിട്ടില്ലേനോ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കടുക്കയിൽ കൂടിയും ഉപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ടൈപ്പ് അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. ഇതിപ്പം പുഴുങ്ങൽ അരിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ പാക്കറ്റ് പൊടിയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വെള്ളത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയോ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രം നമ്മളിപ്പോൾ മഞ്ഞൾ പൊടിയും മുളക് പൊടിയൊക്കെ എടുത്ത പാത്രമില്ലേ അതുപോലത്തെ ഒരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് വെക്കാം. നല്ല ക്വാളിറ്റിയുള്ള ഒരു പാത്രമാണ് കേട്ടോ. ഞാൻ ഫ്ലിപ്പിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ആർക്കും വേണമെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുക്കാം, വാങ്ങിക്കട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ആകെ 390 രൂപ ആണുള്ളൂ. അപ്പം നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ വാങ്ങിയപ്പം വിചാരിച്ചില്ല ഇത്രയും ഉണ്ടാവുമെന്ന്. പിന്നെ ഇതിലേക്ക് ഞാനൊരു സാധനം കൂടി ചേർത്താൻ മറന്നു കഴിഞ്ഞു കേട്ടോ. അത് ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. അതും കൂടി ഇട്ട് കൊടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അത് വിട്ടു പോയതാണ് കേട്ടോ. ഞാൻ കുഴച്ചതിന് ശേഷമാണ് ഓർമ്മ വരുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ. നല്ല ടേസ്റ്റാണ് കറിവേപ്പില കൂടുതൽ ചേർത്ത് കൊടുത്താൽ. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് കൈ വെച്ചിട്ടൊന്ന് നല്ലോണം ഞെരടി കുഴച്ചെടുക്കുക. ഈ ഒരു കടുക്കല്ലേ കല്ലുമ്മക്കായ് എല്ലാ ഭാഗത്തും ആയ ഒരു ഇറച്ചി ഭാഗവും എല്ലാ ഭാഗത്തും ആകണം കേട്ടോ. അതുവരെ കുഴച്ച് കൊടുക്കുക. അരിപ്പൊടി പോരെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. കൂടുതലാവരുത് കേട്ടോ. ഇന്നോട് ചേർക്കാൻ വിട്ടുപോയത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളിത് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഗരം മസാല പൊടിയാണ്. ഒരു നുള്ളു മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതുപോലെയുള്ള ഏത് മസാല ഐറ്റംസിനും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഏത് ടൈപ്പ് ബിരിയാണി ആയാലും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ മട്ടൻ ഫ്രൈ അതുപോലെ തന്നെ ബീഫ് എല്ലാത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഗരം മസാല പൊടിയാണ് കേട്ടോ. അതുപോലെ തന്നെ കടലക്കറിയൊക്കെ വെക്കുമ്പോൾ ഒരു നുള്ളി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഒരു നുള്ളു മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. കുഴച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് എടുത്തത്. അതിലേക്ക് ഓരോന്നുള്ളൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ കടുക്ക ഉരിക്കുന്ന സമയം മാത്രമേ നമുക്ക് വേസ്റ്റ് ആവുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കടുക്ക ഞമ്മണ്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.